ടൊവിനോ തോമസ് നായകനായ ഇന്ന് ഇറങ്ങിയ മലയാള ചലച്ചിത്രം നടികർ സിനിമയെക്കുറിച്ച് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജീൻ പോൾ ലാൽ എന്ന ലാൽ ജൂനിയറിൻ്റെ മൂന്നാല് സിനിമകൾ നമ്മളിപ്പോൾ ഈ മലയാളത്തിൽ കണ്ടു കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാവുന്ന സിനിമ അടുത്ത കാലത്ത് ഇറങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന പൃഥ്വിരാജ് നായകനായ സിനിമയായിരുന്നു. ഈ സിനിമയിൽ പറയുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പറയാവുന്ന ഒരു സിനിമയാണത്. നടികർ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാൽ ജൂനിയറിൻ്റെ ആദ്യകാലത്തെ 2 സിനിമകൾ, ഒന്ന് ഹണിബി ആൻഡ് ഹണിബി 2, ഈ 2 സിനിമകളും കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കാവുന്ന ഒരു പടം ആണ് നടികർ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മലയാള സിനിമയിലെ പിന്നാമ്പുറ കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി സിനിമകൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിലെത്തുന്ന സിനിമ ഒന്ന് ഉദയനാണ് താരമാണ്. മോഹൻലാലിനും ശ്രീനിവാസനും നായകന്മാരായിട്ട് അഭിനയിച്ച ഉദയനാണ് താരം എന്ന സിനിമയാണ് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മയിലെത്തുക. കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഞങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇപ്പോൾ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ സിനിമകളെല്ലാം ചർച്ച ചെയ്യുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. നടികർ എന്ന സിനിമയും സിനിമയ്ക്കുള്ളിലെ സിനിമയും തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ടൊവിനോ അവതരിപ്പിക്കുന്ന ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രം ലോട്ടറി അടിച്ചതുപോലെ പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയവുമായി ബന്ധപ്പെടുത്തി നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് നടികർ. എനിക്കതിനകത്ത് പറയാനുള്ള പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ ഏത് തലയെടുത്ത് നോക്കിയാലും ആ സിനിമയുടെ മ്യൂസിക് ആണെങ്കിലും ക്യാമറയാണെങ്കിലും കലാസംവിധാനമാണെങ്കിലും വസ്ത്രാലങ്കാരമാണെങ്കിലും പശ്ചാത്തല സംഗീതമാണെങ്കിലും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉദാത്തം എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാവുന്ന സിനിമ കൂടിയാണ്. പക്ഷേ മൊത്തത്തിലുള്ള പ്രശ്നം, ഈ സിനിമയുടെ പ്രശ്നമായിട്ട് കാണുന്നത് ഇതിൻ്റെ കഥ ഒരു കെട്ടുറപ്പില്ലാത്ത കഥയായിപ്പോയി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇഴപ്പിക്കുന്നതായിട്ടും ആവശ്യമില്ലാത്ത രംഗങ്ങൾ ഏച്ചു കെട്ടിയതുപോലെയും ഒക്കെ നമുക്ക് തോന്നാവുന്ന ഒരു സിനിമ കൂടിയാണ് നടികർ. പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ ടൊവിനോ നല്ല രസകരമായിട്ട് അഭിനയിക്കുന്ന രംഗങ്ങളും ഒക്കെയുണ്ട്. ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ സ്റ്റാറിനെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് അവതരിപ്പിക്കുവാൻ ടൊവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൊവിനോയുടെ കരിയോഗ്രാഫ് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ആ നടൻ എന്ന നിലയ്ക്ക് ടൊവിനോയുടെ കയ്യിൽ ഡേവിഡ് പടിക്കൽ ഭദ്രമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അഭിനയിക്കുന്ന മറ്റു നടന്മാർ, പ്രത്യേകിച്ച് ബാലു വർഗീസ്, മുഴുവൻ സമയമുള്ള ബാലു വർഗീസ്, സോവിൻ ഷാഹിർ, സുരേഷ് കൃഷ്ണ, സംവിധായകൻ രഞ്ജിത്ത്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയിട്ടുള്ള നിരവധി, മധുപാലടക്കമുള്ള നിരവധി നടന്മാർ ഈ സിനിമയിൽ ഒപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നടികർ. അതുകൊണ്ട് തന്നെ സിനിമ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ലെങ്കിലും പ്രേക്ഷകരെ മുഴുവൻ സമയം പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് മുന്നേറാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. മലയാളത്തിൽ സിനിമ കാണുന്ന ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഹിറ്റ് ചിത്രങ്ങളെല്ലാം ഹോസ്റ്റലിൽ തുടങ്ങി ഇപ്പോൾ ഈ അടുത്ത് വർഷങ്ങൾക്ക് ശേഷം എത്തി നിൽക്കുന്ന ഹിറ്റ് ചിത്രങ്ങളുടെ പരമ്പര എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമകളിലെല്ലാം കണ്ടുവരുന്നത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകരെ 2.5 മണിക്കൂറോളം രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്ന സിനിമകളാണ് ഇവയെല്ലാം എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ എല്ലാം പ്രത്യേകത. അതുകൊണ്ടാണ് സിനിമകളെല്ലാം തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ സിനിമയ്ക്ക് വിജയിക്കാനാവുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹണിബി 1ഉം ഹണിബി 2ഉം കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ സിനിമ ഇഷ്ടപ്പെടും. അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ സിനിമയോട് അത്ര യോജിച്ചു പോകാൻ വേണ്ടി സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ സിനിമയെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരും. മലയാളത്തിലും തമിഴിലും മറ്റു ഇതര ഭാഷകളിലുമായിട്ട് നിരവധി സിനിമകളാണ് നമുക്കിനി നമ്മുടെ തിയേറ്ററുകളിൽ എത്തുവാനിരിക്കുന്നത്. അതിലെ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.